Hi, I'm here to discuss about is TL still relevant in 2020? My name is Roshan. I'm a qualified chartered accountant. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആക്ച്വലി എന്താണ് ചെയ്യുന്നതെന്ന്. അത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹാവ് എ മിസ്കൺസെപ്ഷൻ ദാറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്ത് ഒപ്പിട്ട് കാശ് മേടിക്കുന്ന ആൾക്കാരാണെന്നാണ് ഒരുപാട് പേർക്കുള്ള മിസ്കൺസെപ്ഷൻ. ദാറ്റ്സ് ആക്ച്വലി റോങ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് does that, അത് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ is their responsibilities, and chartered accountants plays a very vital role in many sectors like productions ആവാം, finance ആവാം, banking ആവാം, manufacturing ആവാം, even in an education institution ആവാം, hospitals ആവാം, anywhere a chartered accountant is actually very very important. അത് even how many of us actually knows നമ്മുടെ ഓസ്കാർ ബാലറ്റ് വരെ കൗണ്ട് ചെയ്യുന്നത് PwC എന്ന ഓഡിറ്റിംഗ് ഫേം ആണെന്ന്. സോ CA എന്ന 2 letters കമ്പൈൻ ചെയ്താൽ you get a trust. So let's cover the opportunities what a chartered accountant has. CAയുടെ opportunities not just limited to a very particular field. അങ്ങനെ ഒരു ഫീൽഡിലോട്ട് മാത്രമായിട്ടൊരു CAൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ജസ്റ്റ് സ്പ്രെഡ് അക്രോസ് ഫ്രം an industrialist, from an entrepreneur, or a lecturer, or a consultant, or an auditor, or a banker, anywhere. Even ഞാൻ ക്വാളിഫൈ ചെയ്തതിന് ശേഷം I was working with a investment banking as an investment banker with an MNC and with a sizable salary. So here now I am a practicing chartered accountant, I am a lecturer, and many more. Why do people need a chartered accountant? I'll just share few areas. എവിടെയൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് റിക്വയർമെൻറ്റ് ഉണ്ടാവാം. ഒന്ന്, പുതിയ ബജറ്റ് വന്നു, അവിടെ ഒരുപാട് ടാക്സ് ലാബിലെ ഡിഫറൻസ് വന്നു, പുതിയ ഇൻകം ടാക്സ് റേറ്റ്സ് വന്നു. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇപ്പോഴും അതിനൊരു ക്ലാരിറ്റി വന്നില്ല. അപ്പോൾ അവിടെ ലാസ്റ്റ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ദേ ഷുഡ് ടോക്ക് ടു എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ only a chartered accountant help you with. or a company ആരെങ്കിലും ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ദേ വോണ്ട് ടു സ്റ്റാർട്ട് സംതിങ്. അപ്പോൾ അത് എത്രത്തോളം ഫീസിബിൾ ആവും, ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഐ ഗെറ്റ് ഇറ്റ് ബാക്ക്, അത് ലോസ് ആവും പ്രോഫിറ്റ് ആവും, അതൊരു പരിധി വരെ ഫിനാൻഷ്യൽ പ്രോജക്ട്സും കാര്യങ്ങൾ തരാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് പറ്റും. വേറൊരു കേസ് മോസ്റ്റ്ലി ഓൺ GST. ഇപ്പോഴും ആൾക്കാർ അറിയില്ല ഹൗ മച്ച് GST ഐ ഷുഡ് പേ ഓൺ എ സോപ്പ്, ഹൗ മച്ച് GST ഐ ഷുഡ് പേ ഓൺ എ പെൻസിൽ, അല്ലെങ്കിൽ ഒരു TV വാങ്ങുമ്പോൾ എത്ര GST കൊടുക്കണം. അത് ആൾക്കാർക്ക് ഇപ്പോഴും GSTനെ കുറിച്ച് ഇപ്പോഴും ഒരു 100% ക്ലാരിറ്റി വന്നില്ല. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസ് ദേ വിൽ റീച്ച് ടു എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഓർ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു എൻ്റർപ്രനർ നീഡ്സ് എ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം എ ബാങ്ക്. അവിടെ ഒരു ബാങ്കറോട് സംസാരിച്ച് ബാങ്കർ ഫിനാൻഷ്യൽ നമ്പേഴ്സ് വെച്ച് കൺവിൻസ് ചെയ്യാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് പറ്റുക. ഓർ ടേക്ക് എ ഷെയർ ഹോൾഡർ, ഒരു നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന ഒരാളാവട്ടെ, അവരൊരു വലിയൊരു MNCയുടെ നമ്പേഴ്സിൽ റിലയബിലിറ്റി വരുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ നമ്പേഴ്സ് കാണുമ്പോഴാണ്. ആ കമ്പനിയുടെ ഓഡിറ്ററുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ടാണ് ഒരു ഷെയർ ഹോൾഡർ എത്ര ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഷെയർ വാങ്ങണം അല്ലെങ്കിൽ തിരിച്ചെടുക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നത് ഒരു ഓഡിറ്ററുടെ നമ്പേഴ്സ് കണ്ടിട്ടാണ്. 7 crore ടാക്സ് പേയേഴ്സ് ഇൻ ഇന്ത്യയിൽ ദർ ഈസ് ഓൺലി 3 lakhs ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ്. അവിടെ തന്നെ നമുക്ക് ഇന്ത്യയിലുള്ള ചാർട്ടേഡ് അക്കൗണ്ട്സ് ടു ദ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലുള്ള മിസ്അലൈൻസ് നമുക്ക് മനസ്സിലാക്കാം. സോ 12th കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ കൊമേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. Hope this clarifies why CA is still relevant in 2020.